ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാംഗോ രസമാണ്. പച്ച മാങ്ങ വെച്ചൊരു രസം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഹീറോ ആരാന്ന് വെച്ചാൽ ഈ മാങ്ങയാണ്. നമ്മുടെ പച്ച മാങ്ങ വെച്ച് നമ്മളൊരു രസം ഉണ്ടാക്കാൻ പോകും. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു രസമായിരിക്കും. അപ്പം നമുക്ക് ഒരു മാങ്ങ എടുത്തിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പം നമ്മുടെ ഗ്യാസ് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. അതിന്റെ മുകളിലോട്ട് ഈ മാങ്ങ വെച്ച് കൊടുക്കാം. ഈ മാങ്ങ നല്ലോണം ബ്ലാക്ക് ആവുന്നത് വരെ നമ്മളത് നല്ലോണം ചുട്ടെടുക്കാം. ഇപ്പൊ നോക്കിയാൽ നമ്മുടെ മാങ്ങ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം ചുട്ട് ആ ഫുള്ള് ഭാഗം കറുത്ത് നല്ല ബ്ലാക്ക് കളർ വരണം. അതുവരെ നിങ്ങൾ ഇതുപോലെ ചുട്ടെടുക്കണം. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മുടെ രസത്തിന് ആവശ്യമുള്ള എരിക്ക് ആവശ്യമുള്ള പച്ചമുളക്. ഇപ്പൊ ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതും ഇതേപോലെ ഗ്യാസിൽ നമ്മൾ ചുട്ടെടുക്കണം. ഇപ്പൊ നോക്കി, നമ്മൾ ഈ പച്ചമുളകും ഇഞ്ചിയും പിന്നെ നമ്മുടെ മാങ്ങായും എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഈ മാങ്ങയുടെ പിന്നെ ഒന്ന് ചൂടൊന്ന് മാറിയിട്ട് ഈ തോല് ഇതിന്റെ പുറം അങ്ങ് എടുത്ത് കളയണം. എന്നിട്ട് ബാക്കി കാര്യം ഞാനിപ്പം പറയാമേ. ഇപ്പൊ ചൂടാണ്, എന്നാലും ഇതുപോലെ പതുക്കെ നമ്മൾ ഇതിന്റെ പിന്നെ പുറന്തോടങ്ങ് എടുക്കുക. അത് നല്ലോണം ഇങ്ങ് വരുവേ. നല്ല ഒരു ചുട്ട മണമാണ് മാങ്ങയുടെ. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്റെ ഫേവറേറ്റ് ആണ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത്. ഇതിന്റെ ചമ്മന്തി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആദ്യം നിങ്ങൾ ഈ രസം ഒന്ന് ഉണ്ടാക്കി നോക്കും. ഇതുപോലെ എടുത്ത് കളയുക. ഇനിയിപ്പോൾ ഞാൻ ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് രസത്തിന് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിലോട്ട് നമ്മുടെ ഈ മാങ്ങയുടെ ഈ തോലെല്ലാം എടുത്തത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം, ഇപ്പം ഇതിൽ ഈ കറുത്ത ചുട്ടേൻ്റെ അതൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കാം. അതിനു മുന്നേ നമ്മൾ ഇത് നല്ലോണം ഇതിനകത്തിലിട്ട് നല്ലോണം ഞെരടിയെടുക്കുക. ഈ വെള്ളത്തിനകത്തിലിട്ട് ഈ മാങ്ങ നല്ലോണം കൈവച്ച് പ്രസ് ചെയ്ത് നല്ലോണം ഞെരടിയെടുക്കുക. ഇപ്പം നോക്കി, ഞാൻ ആ മാങ്ങ മൊത്തം നല്ലോണം പ്രസ് ചെയ്ത് അതിന്റെ നീര് മൊത്തം ഈ വെള്ളത്തിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഇപ്പം നോക്കി, ഇതെല്ലാം ഞാൻ ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പൊ ഈ മാങ്ങയുടെ ആ ജ്യൂസിന്റെ ആ ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലോട്ട് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും, ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ജീരകം ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പൊ നോക്കി, ഇതുപോലെ ചതച്ചെടുക്കുക. ഇത് നമ്മുടെ ഈ മാങ്ങയുടെ ജ്യൂസ് ഇതിലോട്ടിട്ട് ഒന്ന് കലക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ മെയിൻ ഒരു ഐറ്റമാണ് കുറച്ച് മല്ലിപ്പൊടി. അത് മല്ലി ചതയ്ക്കാനുണ്ടെങ്കിൽ അത് നല്ലത്, ഇല്ലെങ്കിൽ നമ്മുടെ മല്ലി ചതയ്ക്കാൻ ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഞാനൊരു അരമുറി സവാള അരിഞ്ഞത്, അല്ലെങ്കിൽ കൊച്ചുള്ളി ആണെങ്കിൽ കൊച്ചുള്ളി ഇട്ടുള്ളൂ. ഞാനിപ്പോൾ സവാള അരിഞ്ഞതാണ് ഇടുന്നത്, എനിക്കതാണ് ഇഷ്ടം. അപ്പം ഞാൻ അരമുറി സവാള അരിഞ്ഞത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഫ്ലെയിം ഓണാക്കി ഗ്യാസ് സ്റ്റൗവിലോട്ട് വെക്കാം. ഇപ്പം നോക്കിയാൽ നമ്മളിത് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് തിളക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. ഇപ്പൊ ഉപ്പൊക്കെ നോക്കിയോണേ. നമ്മൾ കടുവ് പിന്നെ വറുത്തായിടുന്നത്. ഇപ്പൊ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിക്കോളൂ. ഇപ്പം എന്താ, ഞാൻ ഇപ്പുറത്തെ സ്റ്റൗവിലോട്ട് തന്നെ കടുവ് വറക്കാനും വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഇത്തിരി കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇത്തിരി ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു മുളക്, കറിവേപ്പില, പിന്നെ കായപ്പൊടി. ഇപ്പം നമ്മുടെ താളിപ്പ് റെഡിയായി. ഞാൻ ഓഫ് ചെയ്തു. ഇപ്പം നോക്കിയാൽ നമ്മുടെ രസവും ചൂടായി. ഇത് ഒത്തിരി തിളയ്ക്കണ്ട, നമുക്ക് ഈ താളിപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നോക്കിയേ, താളിപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.